ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ അവയർനെസ് ഉള്ള ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാം വഴി ഞാനൊരു ഹാമ്പർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി മഹാരാഷ്ട്രയിൽ നിന്നാണ് പ്ലേസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അന്നേരം ഞാൻ ₹1000 799 ആ ഗിഫ്റ്റ് കാണിച്ചത്, ആ ഗിഫ്റ്റ് ഹാമ്പറിന് കാണിച്ചത്. അതായത് 13 ഐറ്റംസ് ഉണ്ടായിന്. 13 ഐറ്റംസ് ഇൻക്ലൂഡഡ് വാച്ച്, അതായത് 13 ഐറ്റംസ് തന്നെ ചോക്ലേറ്റ്സ് എല്ലാം, ഷർട്ട്, കപ്പ്, കസ്റ്റമൈസ്ഡ് കപ്പ്, പിന്നെ കസ്റ്റമൈസ്ഡ് പെന്ന്, വാളറ്റ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടില്ല. അപ്പം ഓക്കെ, ഞാൻ വിചാരിച്ചു നല്ലൊരു ഗിഫ്റ്റ് ബോക്സ് ആണ്. അപ്പൊ പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആവുന്ന വിചാരിച്ചു. ഞാൻ ഓർഡർ കൊടുത്ത് അപ്പൊ അവര് പൈസ അയക്കാൻ വേണ്ടിട്ട് പറഞ്ഞ് പൈസന്റെ എന്താ പറയാ, പിന്നെ പൈസന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാമിന്, അതായത് എന്റെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോ പുള്ളിന്റെ പൈസ വാങ്ങുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു ഫ്രണ്ട്, റിലേറ്റീവ് ഫ്രണ്ട് ആയിട്ടുള്ള ആളോട് ഞാൻ പൈസ ചോദിച്ചിട്ട് ബോറോ ചെയ്തിട്ട് ₹1000 വാങ്ങിച്ചിട്ട് അങ്ങനെ അവർക്ക് ഞാൻ അയച്ചു കൊടുത്തു. അവർ പറഞ്ഞു ജിപേ ചെയ്യാൻ പറഞ്ഞിട്ട് ₹1000 ജിപേ ചെയ്ത് ഓക്കെ കൊറിയർ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എപ്പാ ഡെലിവർ ആവാന്ന് പറഞ്ഞ 2 days കഴിഞ്ഞിട്ട് ഇത്ര ടൈം 2 PM കണ്ണൂർ നമ്മളെ പോസ്റ്റ് ഓഫീസിൽ ഡെലിവർ ആവുമെന്ന് പറഞ്ഞിട്ട് എന്നോട് മെസ്സേജ് അയച്ചു. ഞാൻ അങ്ങനെ ഡെയിലി ചോദിക്കും, കാരണം എനിക്കൊരു ട്രസ്റ്റ് വേർത്തി അല്ല. നമ്മളിപ്പോ ഇപ്പോഴത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരാളെ വിശ്വസിക്കാൻ പാടില്ല. അതിപ്പോ ഓൺലൈൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റൂല. കാരണം എനിക്ക് കുറെ അനുഭവം ഉണ്ടായതാണ്. ഇവിടുത്തെ അനുഭവം ഉണ്ടായിരുന്നു, നല്ല അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ₹1000 പേ ചെയ്തപ്പോ അങ്ങനെ ഇങ്ങനെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവണോ, ഇപ്പൊ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങളെ സാധനം 2 days കൊണ്ട് എത്തൂ, പിന്നെ നിങ്ങൾ ഇത്ര എമൗണ്ട് 1500 എമൗണ്ട് ഇനിയും അയക്കണം. അതും കൂടി അയച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളെ കൊറിയർ പ്രോസസ്സ് ഫുൾ കംപ്ലീറ്റ് ആവുന്നിട്ട് പിന്നെയും മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു എല്ലാ ഹിന്ദിയാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു അല്ലടോ, ഞാൻ ഹിന്ദിയിൽ നല്ല ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾക്ക് ഞാൻ ₹1000 മുന്നേ അയച്ചിട്ടില്ലേ, സാധനത്തിന് വെറും 799 അല്ലേ, അത് നിങ്ങൾക്ക് 1000 ആക്കിയിട്ടല്ലേ ഞാൻ അയച്ചന്നെ, പിന്നെ എന്തിനാ പിന്നെയും നിങ്ങൾക്ക് പൈസ കൊണ്ട് ഞാൻ ഫുള്ള് സീനാക്കി. ഞാൻ പറഞ്ഞു എന്റെ ഗിഫ്റ്റ് ബോക്സ് മര്യാദ തന്നോളൂ, ഞാൻ പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഞാൻ ചോദിച്ച് ലാസ്റ്റ് ഇറ്റ്സ് വെരി, ഞാൻ എന്താ പറയാ, വളരെ ആയിട്ട് ഞാൻ എന്താ പറയാ ഫുൾ അപ്സെറ്റ് ആയിപ്പോയി. അത്രയും ഞാൻ ആശിച്ച ഒരു ഗിഫ്റ്റ് ആയിരുന്നു. കാരണം എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേക്ക്, എന്റെ ഫസ്റ്റ് ഹസ്ബൻഡിന്റെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്തതെന്ന് വെച്ചാല് എന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നു. കാരണം എന്റെ ഒരു ഫ്രണ്ട് വഴി അഫ്ര എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അഫ്രക്ക് അസൈൻമെന്റ് നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങ് ₹1000 അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ₹1000 വെച്ചിട്ട് സാമിന് ഒരു ബർത്ത്ഡേക്ക് ഫസ്റ്റ്, ഞാൻ ഓന്റെ കൂടെ വന്നിട്ടില്ല, ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു നല്ല പെർഫ്യൂമും നല്ലൊരു വാച്ചാണ് ഗിഫ്റ്റ് ചെയ്തത്. അതിപ്പോ ഞാൻ പോയിട്ട് തന്നെ വാങ്ങിച്ചതാണ്. അപ്പം ഇപ്പൊ എനിക്കൊരു അബദ്ധം പറ്റി. അപ്പൊ വേറെ ആർക്കും ഇങ്ങനത്തെ ഒരു അബദ്ധം വരാൻ പാടില്ല. ഞാൻ അവരെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ മെൻഷൻ ചെയ്യാം, ഗിഫ്റ്റ് ലാൻഡ് അങ്ങനെ എന്തുവാണ് അവരെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അപ്പൊ അതില് നിങ്ങൾ ദയവായി അതിലോട്ട് പൈസ അയച്ചെടുക്കാനോ ഒന്നിനും നിൽക്കാൻ പാടില്ല. ഞാൻ എന്നിട്ട് കുറെ അവർക്ക് മെസ്സേജ് അയച്ചപ്പോ അവര് എന്തെല്ലോ പറഞ്ഞിട്ട് ഒയിന് മാറി. അവസാനം ഞാൻ പറഞ്ഞത് ഫേക്ക് അക്കൗണ്ടാണ്, ഫേക്ക് ഷോപ്പാന്നെല്ലാം പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോ അവരെന്നെ ബ്ലോക്ക് ചെയ്തു. സിമ്പിൾ ആയിട്ട് അവരെന്നെ ബ്ലോക്ക് ചെയ്തു. അപ്പൊ എനിക്ക് വളരെ എന്താ പറയാ, വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ സാമിന്റെ ബർത്ത്ഡേ ആയിട്ട് തന്നെ എനിക്ക് നമ്മള് നേരെ റാക്കിൽ പോയിട്ട് ബർഗറും 2 നല്ല സിംഗർ ബർഗർ, നല്ല ഹെവി, അതായത് വലിയ സൈസ് ബർഗർ, ഡബിൾ ചീസലായിട്ടുള്ള ബർഗറും, പിന്നെ നല്ല ബ്രോസ്റ്റഡ് പീസും വരുന്ന 2 വലിയ ബർഗറും കോക്കോളയും നമ്മൾ കുടിച്ചു. അപ്പൊ എനിക്ക് സന്തോഷമായി. കാരണം എന്താ പറയാ, ഞാന് ഒന്നാമത് എന്തായാലും പൈസ ഇല്ല, പോക്കറ്റ് മണി ഒന്നുമില്ല. എന്റെ ഫാമിലി ഫ്രണ്ടിന്റെ വയന്ന് ഞാൻ പൈസ ബോറോ ചെയ്ത് ഇനിയിപ്പോ അവർക്ക് കൊടുക്കണം ₹1000. അപ്പം ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ആ പൈസ ഇങ്ങനെ പോയപ്പോ എനിക്ക് വളരെയധികം സങ്കടമായി പോയി. കാരണം ഇനിയിപ്പോ ഞാൻ എന്തായാലും എന്താ പറയാ, ഇനിയിപ്പോ ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഞാൻ എന്റെ ലൈഫിൽ ആവർത്തിക്കൂല. അപ്പൊ നിങ്ങൾ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള അക്കൗണ്ടിൽ മാത്രം നിങ്ങൾ പൈസ അയച്ചെടുക്കുക. അല്ലാണ്ട് എന്നെ പോലെ ഇങ്ങനെ 8ന്റെ പണി കിട്ടിയിരിക്കുന്ന ആളാണെങ്കിൽ ദയവായി അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. എന്റെ സിറ്റുവേഷൻ മാത്രമല്ല, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവളും ഇങ്ങനത്തെ ഒരു അക്കൗണ്ടില് ഡ്രസ്സിന്റെ ഒരു ഷോപ്പാ, ഡ്രസ്സിന്റെ ഒരു അക്കൗണ്ട്. അപ്പൊ ആ ഡ്രസ്സ് അവള് ജംപ് സ്യൂട്ടാ എന്തോ നല്ലൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് അവളെ പൈസ മൊത്തം പോയി വന്ന് അവൾക്ക് ഡ്രസ്സും കിട്ടിയിട്ടില്ല. ഡ്രസ്സിന്റെ പകരം കീറിയ എന്തെല്ലോ തുണിയാ എന്തെല്ലോ അവളെ കിട്ടിയത്. അപ്പൊ അവളെയും പറ്റിച്ച്, അവൾക്കും ഒരു അബദ്ധം പറ്റി, എനിക്കും ഒരു അബദ്ധം പറ്റി. അപ്പൊ എല്ലാവരും മാക്സിമം നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കാണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ മീഷോ, ഫ്ലിപ്കാർട്ട് ഒക്കെ വളരെ ട്രസ്റ്റ് വർത്തിയാണ്. ഇപ്പൊ ഞാൻ ഇന്ന് മീഷോയിൽ ഇപ്പോ ഈ വീട്ടില്, അതായത് നമ്മൾ മീഷോയില്
ഇവന്റെ കൂടെ വന്ന ശേഷം എത്ര സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തന്നെ അറിയില്ല. എന്റെ മീഷോന്റെ ലിസ്റ്റ് ഹിസ്റ്ററി നോക്കിയാൽ തിരിയൂ. ഈ ഇടയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടോപ്പും കോഡ് സെറ്റും പിന്നെ മറ്റേ എന്താ ഒരു ബ്ലാക്ക് ടോപ്പും പാൻറ്റീസും ബ്രാവും പിന്നെ ഒരു വൈറ്റ് ലെഗിൻസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇനി 2 സാധനം കൂടി എത്തണം. അതൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ അതിനെ പറ്റിയിട്ട് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഇടാന്ന് വിചാരിച്ചാണ്. അപ്പോൾ ദയവായി നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്താ പറയാ, മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ സൈറ്റിൽ നിന്ന് വാങ്ങാണ്ടിരിക്കുക. ബോംബെ, മഹാരാഷ്ട്ര എല്ലാം പറഞ്ഞിട്ട് ഡൽഹി എന്നെല്ലാം പറഞ്ഞിട്ട് പല അക്കൗണ്ട് ഉണ്ടാവും. അതൊക്കെ ഫേക്ക് ആണ്. ഇപ്പൊ എനിക്ക് 8 പണി കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് പറയാം, ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിൽ നിന്ന് ആരും വാങ്ങാണ്ടിരിക്കുക. ബി അലേർട്ട്. കാരണം മീഷോ എന്നുള്ള നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. കാരണം മീഷോന്ന് ഞാൻ തന്നെ എത്ര പ്രാവശ്യം ഓർഡർ ചെയ്തിന്, എന്റെ വീട്ടിലേക്കുന്ന സമയം, എന്റെ ഹസ്ബൻഡിന്റെ കൂടെ വന്ന സമയം എല്ലാം ഞാൻ മീഷോ തന്നെ വാങ്ങല്. മീഷോ, ഫ്ലിപ്കാർട്ട്, പേർപ്പിൾ ഇങ്ങനത്തെ ഓൺലൈൻ ആപ്പിനെല്ലാം നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ട് നമുക്ക് എല്ലാം ഓർഡർ ചെയ്യാൻ പറ്റും. ബട്ട് ഇങ്ങനത്തെ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ട് ദയവായി നിങ്ങൾ ആരും ഇനി ഈ ഒരു അക്കൗണ്ടിലേക്ക് കയറാണ്ടിരിക്കുക. ഗിഫ്റ്റ് ലാൻഡ് എന്നിട്ടാണ് പേര്. അപ്പം എല്ലാവരും ഒന്ന് ബി അവെയർ ആക്കുക. ഓക്കെ, താങ്ക് യു.